ചേച്ചിനെ കാണുമ്പോ എനിക്ക് അമ്മേനെ ഓർമ്മ വരും. അപ്പം അമ്മേനെ ഓർമ്മ വരുമ്പോ അമ്മ എപ്പോഴും വടിയെടുത്ത് പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഇതിലേക്ക് വരുമ്പോ എല്ലാ കുരുത്തക്കേടിനും കൂട്ടിക്കുന്നൊരു എന്തൊക്കെയോ ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് പോകുന്നു. നിങ്ങളെങ്ങനെയൊക്കെ പറഞ്ഞില്ല. റിയൽ ആണെങ്കിൽ ഞാൻ ഫണ്ണിയാണ്. ഫണ്ണിയും ഫണ്ണും വേറെ. ഐ എം നോട്ട് ഫണ്ണി. സിനിമ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇയാൾ ഇങ്ങനെയാണെന്നൊരു തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടുണ്ടാവും. നടന്ന് ഞാൻ വന്ന് എന്റെ കണ്ണാടി വെക്കുന്നതാണ് ഒരു 1000 ജഡ്ജ്മെന്റുണ്ടായി കഴിഞ്ഞിരിക്കും. ഇപ്പൊ ജഗതി തമാശ പറയും, ഇപ്പൊ ജഗതി തമാശ പറയും, ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം ഇവരെല്ലാം ആ മൂഡിലാണ് ഇരിക്കുന്നത്. വന്നില്ലേ തമാശയിലൂടെ ആൾക്കാർ അങ്ങനെ ഒരു പ്രീ ജഡ്ജ്മെന്റിലാണല്ലോ ഓരോ സൈഡിലും ഉണ്ടാവും. എന്നെ കാസ്റ്റ് ചെയ്ത അപ്പൊ തുഷാർ ചേച്ചി അതിനേക്കാൾ ഇത്ര ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്നതാണ്. ചൈന മൂവിയിൽ റെക്കമെൻഡ് ചെയ്തത് ഞാൻ തന്നെയാണ്. ചന്ദ്രചേട്ടൻ വരുന്നത് വാഴ ജോസ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ചന്ദ്രനാഥിൻ്റെ കൂടെയാണ് ആദ്യം അഭിനയിക്കുന്നത്. ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കണം ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുക. ഹായ് ഓൾ, വെൽക്കം ടു ബി ഫോർ ബ്ലേസ് മലയാളം. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി 2026 റിലീസ് ചെയ്യാൻ പോകുന്ന ശുക്രൻ മൂവി ടീമാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ചന്തു ചേട്ടനുണ്ട്, ആരി ചേച്ചിയുണ്ട്, ജിമോൻ ചേട്ടനുണ്ട്, തുഷാര ചേച്ചി. അങ്ങനെയല്ലേ ചേച്ചി, ഞാൻ നേരത്തെ ഒക്കെ കണ്ടായിരുന്നു, പക്ഷെ പേര് പെട്ടെന്ന് മറന്നു. ചേച്ചിനെ കാണുമ്പോ എനിക്ക് അമ്മേനെ ഓർമ്മ വരും. അപ്പം അമ്മേനെ ഓർമ്മ വരുമ്പോ അമ്മ എപ്പോഴും വടിയെടുത്ത് പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഇതിലേക്ക് വരുമ്പോ ആ ഒരു പേടി പെട്ടെന്ന് വന്നു. അതുകൊണ്ടാണ് ഞാൻ മറന്നുപോയത്. ആക്ച്വലി ചേച്ചി ആസ് എൻ ആക്ടർ എന്നുള്ള ഒരു ഫാമിലിയിലേക്ക് വരുമ്പോ ഒരു അമ്മ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ്? അല്ല, ഞാൻ ഇവിടെ എങ്ങനെയാണോ അത് തന്നെയാണ് വീട്ടിലും, അല്ലാതെ പ്രത്യേകതകളൊന്നും ഇല്ല. സ്ട്രിക്റ്റ് ആയിട്ട് ഒരു അമ്മയാണോ അല്ലെങ്കിൽ ഭയങ്കര ലിബറൽ, എങ്ങനെ വേണമെങ്കിലും? ഒരുപാട് ഇതൊന്നല്ല. എന്നാ ഞാനും എൻ്റെ കുട്ടികളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ഇതാണ് എന്ന് വെച്ചിട്ട് ഒരുപാട് അങ്ങ് ഇതല്ല. മീൻസ് സ്ട്രിക്റ്റ് ആവേണ്ടടുത്ത് സ്ട്രിക്റ്റ് ആവുന്ന ഒരു അമ്മയാണ്, അത്രേ ഉള്ളൂ. അല്ല എപ്പോഴും അവരോട് ദേഷ്യപ്പെടുന്നതോ അല്ലെങ്കിൽ അങ്ങനൊന്നുമില്ല. എനിക്ക് എന്ത് കാര്യം ഏറ്റവും കൂടുതൽ തുറന്നു പറയാൻ പറ്റുന്ന എൻ്റെ മോളോടാണ്. എന്ത് കാര്യം ഒരു പ്രായം കഴിഞ്ഞ അമ്മമാര് മനസ്സ് തുറക്കുന്നത് പെൺമക്കളോടാണ്. ഭയങ്കരമായിട്ടും ഞാനത് ഇവരോട് എപ്പോഴും പറയാറുണ്ട്. ഞാൻ ഇവരോട് പറയാ, എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവളോട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ശുക്രൻ എന്നുള്ളൊരു മൂവിയിലേക്ക് വരികയാണെങ്കിൽ സെറ്റിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. മറക്കാൻ പറ്റാതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വിറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ കരഞ്ഞ നിമിഷങ്ങളായിരിക്കും, എന്തുവാകും. നമുക്ക് പ്രൊഡ്യൂസറിൽ നിന്ന് തുടങ്ങാം. എന്തായിരുന്നു കാശ് നഷ്ടം ഉണ്ടായ എന്തെങ്കിലും ആണോ? എന്താ ചോദ്യം? മറക്കാൻ പറ്റാത്ത അനുഭവം. അൺഫർഗറ്റബിൾ സിറ്റുവേഷൻ എന്താണ്? ശുക്രൻ സിനിമയിൽ ആക്ച്വലി അങ്ങനെ ഓർക്കാനും മറക്കാനും ഒന്നുമില്ല. എല്ലാവരും നല്ല ജോളി മൂഡായിരുന്നു, എല്ലാവരും നല്ലൊരു വൈബായിരുന്നു, എല്ലാവരും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ സിനിമയിൽ അഭിനയിക്കുന്നവരും വർക്ക് ചെയ്തവരും എല്ലാം ഒരു എക്സൈറ്റഡ് ആയിരുന്നു. ആക്ച്വലി ഈ മൂവി വെളി വരണം, ആ ഒരു നല്ല ഹാർഡ് വർക്കായിരുന്നു ഇതിനകത്ത് നടന്നത്. അപ്പം അങ്ങനെയുള്ളൊരു മൂവി ആയിരുന്നുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ പ്രത്യേകം എടുത്തു പറയാവുന്ന സിറ്റുവേഷൻസ് ഒന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല. കാരണം ഞങ്ങളുടെ ലൊക്കേഷൻ അങ്ങനെയാണ് റൺ ചെയ്ത്. ഒരു ജോളി ഇതിൽ പോകുമ്പോ ഒരു ഫൺ സിറ്റുവേഷൻ എന്തെങ്കിലും? ഫൺ സിറ്റുവേഷൻ എപ്പോഴും അതൊക്കെ തന്നെയായിരുന്നു അവിടെ കൂടുതലും. അല്ലാതെ പ്രത്യേകം എടുത്തു പറയാനുള്ള നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. അമിതമായ സന്തോഷം ഉണ്ടാക്കുന്നില്ല. എല്ലാ ദിവസവും നോർമൽ എന്നല്ല, എവറി ഡേ ഈസ് എ ഫൈൻ ഡേ. അതെ, ഭയങ്കര രസമായിരുന്നു വർക്ക് ചെയ്യാൻ. എല്ലാ മനുഷ്യരും എല്ലാ ആൾക്കാരും ഒരേപോലെ
ഒറ്റ മനസ്സോടെ, അതാണ് പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം. ഒറ്റ മനസ്സോടുകൂടി നിന്ന് വർക്ക് ചെയ്ത ഒരു മൂവിയാണ്. ലൊക്കേഷൻ എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് കൂടുതൽ എടുത്തോണ്ടിരുന്നത് അനിക്കുട്ടൻ ചേട്ടനും കാശെന്ന് പറയുന്ന സാധനം നമുക്ക് സന്തോഷിച്ചിട്ട് വരാൻ പറ്റില്ലല്ലോ. അത് സ്ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം. അതിന്റെ സ്ട്രെയിൻ അല്ലാതെ ടോട്ടാലിറ്റിയിൽ നമ്മളൊരു ടീം ആസ് എ ടീം, ഞാൻ 24 പടം ചെയ്തു. അതിനകത്ത് നമുക്ക് പറയാം, സെലക്റ്റീവായിട്ട് കുറച്ച് പടങ്ങൾ പറയാം. നമുക്ക് സ്ട്രെസ്ലെസ് ആയിട്ട്, സ്ട്രെസ് ഇല്ലാതെ സമാധാനം. അവിടെ പോകുമ്പോൾ ജഡ്ജ് ചെയ്യപ്പെടുമോ, അവർ വേറെ തരം ചിന്തയിലിരിക്കുക, നമ്മളെ കൂടെ ആക്ടേഴ്സ് ഇത്തിരി ഇത് അങ്ങനെയാണോ അതൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. വി ജസ്റ്റ് ഗോ ഡു ആർ തിങ്സ് ഫൈൻ. നമ്മളെല്ലാവരും സിനിമയുടെ സക്സസിന് പ്രാർത്ഥിക്കുന്നുണ്ട്. കൊച്ചു ക്യാരക്ടർ ചെയ്തവരും ഇതിനകത്ത് ഈ സിനിമ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു നന്മ ഇതിനുണ്ട് ഫ്രം ദ ടൈറ്റിൽ ഇറ്റ്സെൽഫ്. ഞാനിപ്പോൾ ചന്ദിച്ചേട്ടൻ്റെ ഒരു 12th Man എന്ന് പറഞ്ഞ മൂവിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ലാലേട്ടൻ എന്നുള്ളൊരു അപ്പുറത്ത് ലാലേട്ടൻ്റെ ഒപ്പമാണ് ചെയ്യുന്നതെന്നുള്ളൊരു ടെൻഷൻ ആയിരുന്നോ ചേട്ടന്? ടെൻഷനൊന്നുമില്ല. ഇല്ല, ഞാൻ റാമിൽ ലാലേട്ടൻ്റെ വർക്ക് ചെയ്തതാണ് ഒരുപാട് ദിവസം. അത് ഇറങ്ങിയില്ലാന്നേ ഉള്ളൂ. അതന്നെ വലിയ പടം, ജിത്തു സാറിന്റെ പടമല്ലേ. ഈ 12th Man സെറ്റും നമ്മൾ ഇതുമായിട്ട് അങ്ങനെ കമ്പാരിസൺ വെച്ചിട്ട് കാര്യമില്ല. അവിടുത്തെ ഒരു രീതി, അവിടുത്തെ ഫണ്ട് എന്ന് പറയുന്നത് അത് വേറൊരു ആർട്ടിസ്റ്റുകൾ, അങ്ങനത്തെ ഒരു ലെയർ ഓഫ് ആർട്ടിസ്റ്റാണ്. പക്ഷെ അതിന്റെ നമ്മുടെ എല്ലാവരുടെ എക്സൈറ്റിംഗ് ഫാക്ടർ നമ്മളതിനകത്ത് എല്ലാ സുഹൃത്തുക്കളാണ്. എല്ലാവരും നമ്മൾ തമാശ പറഞ്ഞ്, അല്ലെങ്കിൽ അവിടെ സുഹൃത്തുക്കളാണ്, പെട്ടെന്നായവരാണ്, തമാശകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊരു അൾട്ടിമേറ്റം എന്ന് പറയുന്നത് ലാലേട്ടന്റെ ഒരു പരിപാടി. ലാലേട്ടന്റെ പ്രസൻസ് നമുക്ക് എപ്പോഴും ഒരു അത് അങ്ങനെ ആവും. നമ്മളിപ്പോ എത്ര പേരുന്നാലും ഈ സെറ്റിന്റെ അകത്ത് നമ്മൾ ഇത്രയും പേര് നമ്മൾ ജോബിലാണെന്ന് വെച്ചു, ലാലേട്ടൻ ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഫോക്കസ് എൻറ്റയർലി ഓൺ ഹിം. അതങ്ങനെയാണ് ആ ഓറ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. സോ നമ്മളെപ്പോഴും പറയുന്നത് എക്സൈറ്റ്മെന്റ് എങ്ങനെ പറയാം, നമ്മൾ പറഞ്ഞത് ലാലേട്ടൻ ലീഡ് ചെയ്യുന്ന അതിൽ പറയുന്നു. അതിന്റെ ഒരു അവിടെ അതാ, അത് എല്ലാ ദിവസവും നമ്മൾ വന്നു പോയി പോകുന്നതല്ല. ഹി വാസ് ദേർ. സെറ്റിൽ ലാലേട്ടൻ എപ്പോഴും ഉണ്ട്. നമ്മളൊരു റിസോർട്ടിലല്ലേ, കോവിഡ് റിസോർട്ടിനകത്ത് എത്രയോ ദിവസങ്ങൾ ഒരുമിച്ചാണ്. സോ യു ക്യാൻ സീ ലാലേട്ടൻ ഗോയിങ് ഫോർ എ വാക്ക് ഇൻ ദ മോർണിംഗ്, ലാലേട്ടൻ ഡൂയിങ് എക്സസൈസ്, ലാലേട്ടൻ ഈറ്റിംഗ് സംതിങ്. അപ്പൊ നമുക്കറിയാം, അപ്പൊ പ്രോക്സിമിറ്റി ഭയങ്കര അടുപ്പത്തിലാണ്. അതിന്റെ ഒരു സുഖമുണ്ട് ആ സെറ്റ്. അതുപോലെ എല്ലാ ആർട്ടിസ്റ്റുകളും തമ്മിൽ എല്ലാ കോട്ടേജുകളിൽ അവിടെ നിൽക്കുന്നു, രാവിലെ നമ്മളെ ജോലികൾ ചെയ്യുന്നു, രാത്രി ഷൂട്ട് ചെയ്യുന്നു, നമ്മൾ ഫിഷിങ്ങിന് പോകുന്നു. അത് വേറൊരു ഇത് നമ്മൾ എല്ലാ ഡേയും പോകുന്നു വരുന്നു. പക്ഷെ വി ആർ എക്സൈറ്റഡ് ടു ഗോ ബാക്ക്, കം ബാക്ക്. അങ്ങനെ ഇവിടെ മനസ്സുകൊണ്ട് എല്ലാവരും പലരും ആദ്യമായിട്ടല്ല നമ്മളെല്ലാരും കാണുന്നത്. പക്ഷെ അങ്ങനല്ല അത് വർക്ക് ആകുന്നത്. ഇപ്പൊ എല്ലാരും ഒരു ഫാമിലി പോലെ. അന്നേ അതാ പറയുന്നത്, അന്നേ ആവുകയല്ല, അങ്ങനാണ്. എന്തുകൊണ്ടോ അപ്പൊ സിനിമയുടെ നന്മയാണത് ആയിരിക്കും, ആളുകളുടെ നന്മയായിരിക്കും. ഇതിനകത്ത് ഒരുപാട് ആക്ടേഴ്സ് നമ്മൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ആദ്യം ചെയ്യുന്നവരല്ല. ഇത് അങ്ങനെ ആയതാണ്. പ്രൊഡക്ഷൻ തൊട്ട് ആളുകൾ, നടന്മാർ, നടിമാർ എല്ലാം ഓപ്ഷൻസ് മാറി 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 ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോർച്ചുനേറ്റ്ലി ഡയറക്ഷൻ ടീം എല്ലാം പറഞ്ഞു ദിസ് വാസ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അതായിരുന്നു ഈ പടം. ഓക്കെ, ഇനിയിപ്പോൾ ആര്യശേഷിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം നമ്മുടെ പേഴ്സണാലിറ്റി വിൽ ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇപ്പം ആ ഒരു മൂവിയിലെ ക്യാരക്ടറും ശരിക്കുള്ള ആര്യശേഷിയും തമ്മിൽ എന്താണ് വ്യത്യാസം? മൂവിയിൽ ഭയങ്കര ഒരു ഫൺ ജെൻസി ഗേൾ ആണ്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ഞാൻ ലൈഫിൽ അങ്ങനെയാണ്. ജെൻസി ആണ്, ഓഫ് കോഴ്സ് 2001 ആണ് ഞാൻ. ബട്ട് എന്റെ മൈൻഡും ബ്രെയിനും ഹാർട്ടും ജെൻസി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. 90 നീ 85 വിചാരിക്കുക. അല്ലല്ല, ഞാൻ കുറച്ചും കൂടി പ്രായം കുറവാ പ്രതീക്ഷിച്ചു. കാണുമ്പോ നമ്മൾ അങ്ങനെയല്ലേ. പക്ഷെ സംസാരിക്കുമ്പോ ഭയങ്കര മെച്യൂരിറ്റി ഉണ്ട്. ഓ, ടീച്ചറാണോ? ടീച്ചർ ആയിരുന്നു. ഏതായിരുന്നു സബ്ജക്ട്? ഇംഗ്ലീഷ്. സെയിം ഇയർ ഇംഗ്ലീഷ് ആയിട്ടില്ല, അതിനൊന്നും ഏജ് ആയിട്ടില്ല എനിക്ക്. ഓക്കെ, അപ്പം ഈ ജെൻസി പിന്നെ അതാണ് ചേച്ചീനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്കൊരു ചേച്ചി ഉണ്ട്. അപ്പൊ സെയിം എനിക്ക് അങ്ങനെ ഭയങ്കര ഡിഫറൻസ് തോന്നിയത് ഈ ജെൻസി. ശരിക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അനിയത്തി തന്നെയാണോ വീട്ടിലും? എന്റെ വീട്ടില് നിങ്ങൾ അടി ഉണ്ടാക്കില്ല. ഇല്ല, ഞാൻ ചേച്ചി അങ്ങനെ അടി ഉണ്ടാക്കില്ല. ചേച്ചി എല്ലാ സീക്രട്സ് എന്റെ അടുത്ത് ഇങ്ങനെ പറയും. അങ്ങനെ ഒറ്റമോനായിരിക്കും അല്ലേ? അപ്പൊ ഇതിലും അങ്ങനെ തന്നെയാണ്. ചേച്ചിനെ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന ഒരു അതെ അതെ എല്ലാ കുരുത്തക്കേടിനും കൂട്ടിക്കുന്ന ഒരു
എന്തൊക്കെയോ ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് പോകുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ മനസ്സിന്റെയാണ്. എന്റെ മനസ്സ് ആക്ച്വലി നല്ലൊരു മനസ്സാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോ നമ്മളൊന്ന് അങ്ങനെയാണ് ഇപ്പൊ. വേറെ ഒന്നും അങ്ങനെ റിലേറ്റ്, ഇത് രണ്ടോണം മെയിൻ ഇതായിരുന്നു. ചന്തുചേട്ടൻ എങ്ങനെ റിയൽ ലൈഫും ഈ ഒരു ക്യാരക്ടറും തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെ? വ്യത്യാസമല്ല, ഇതിന്റെ അകത്ത് Character difference. സിനിമയിൽ അഭിനയിച്ചു, ഇത്രയും സിനിമയിൽ അഭിനയിച്ചു കഴിയുമ്പോൾ ജനങ്ങൾക്ക് ഒരിക്കലും എനിക്ക് ഇങ്ങനെ സൈഡ് ഉണ്ടെന്ന് അറിയില്ല. റിയൽ എനിക്ക് ഈ ഫണ്ണുണ്ട്. അപ്പൊ റിയൽ എനിക്ക് ഫണ്ണിയാണ്. അങ്ങനെ ഫണ്ണിയും ഫണ്ണും വേറെ. ഐ എം നോട്ട് ഫണ്ണി. അതാ, അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഇപ്പൊ കണ്ടുവരുന്നവർക്ക്, എന്നെ അറിയുന്നവർക്ക് മാത്രമേ എന്റെ റിയൽ ലൈഫ് ഫൺ സൈഡ് അറിയോ, എത്ര ഫൺ ലവിങ് ആണെന്ന്. നമ്മൾ ചിരിക്കാനേ കൂടുതൽ ഇഷ്ടം. പക്ഷെ എന്റെ സിനിമകൾ വെച്ചിട്ട് നമ്മൾ അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. സിനിമകൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇയാൾ ഇങ്ങനെയാണെന്ന് ഒരു ടാഗ് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടുണ്ടാവും. അത് നമ്മുടെ സക്സസ് ആണ്, നമ്മുടെ വിജയമാണ്. രജിസ്റ്റർ എന്നുള്ളത്, ആക്ടർ രജിസ്റ്റർ ചെയ്ത്, ആ ക്യാരക്ടർ രജിസ്റ്റർ എന്നുള്ളത്. പക്ഷെ അത് പോരെ ഒരു നടന്. ആ നടന്റെ എല്ലാ സൈഡും അയാൾക്കുള്ള, നടന്റെ മാത്രമല്ല മനുഷ്യന്റെ ആ എല്ലാ സൈഡും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറുകളും ചെയ്യാൻ പറ്റണം. അതിനെനിക്ക് ഭയങ്കര സഹായിച്ചൊരു മൂവിയാണ് ഇത്. അത് എല്ലാവരും പറയുന്നുണ്ടത്. നമുക്കത് ഈ ഒരു സൈഡ് ഇപ്പം നമ്മള് ടീം, ഇതിന്റെ ഓവർസീസിന്റെ ടീമായാലും ആരെങ്കിലും ഈ സിനിമ കാണുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, അതൊക്കെ ഇങ്ങനത്തെ കോമഡിയൊക്കെ ചെയ്ത്. അപ്പൊ ഇതെനിക്ക് ഗുണവും കൂടെ ചെയ്യും. ബേസിക്കലി ഈ സിനിമ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നാളെ എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സിന് ലേയേഴ്സിൽ ഇത്തരം ക്യാരക്ടർ എഴുതുന്നത് ആള് ചന്തുതാന്ന് ഓപ്ഷൻ വയ്ക്കുമ്പോഴത്തേക്കും, മുമ്പാണെങ്കിൽ അതൊക്കെ പുള്ളിക്ക് സ്ട്രിക്റ്റ് ആയിട്ട്, ഇപ്പൊ ഇത് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ അവര് ഇത് പറ്റും, യൂസ് ശുക്രൻ എന്ന് ചോദിക്കും. അതെനിക്ക് അത് ശരിക്കും ഒരു ശുക്രന്റെ തുടക്കമാണ്. പല ശുക്രന്റെ തുടക്കങ്ങളിൽ ഒരു തുടക്കമാണ്. അല്ല, ഇപ്പൊ ചന്ത പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഒരു മൂവി ചെയ്തിരുന്നു, പ്രഗ്നന്റ് വിഡോ എന്ന് പറഞ്ഞിട്ട്. അതില് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ക്രൂവലായിട്ടുള്ള, ഭയങ്കര കർക്കശക്കാരിയായിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എൻ്റെ മറ്റ് പടങ്ങൾ, അതായത് ഞാൻ ഇതുവരെ ചെയ്തു വന്നിട്ടുള്ള ബാക്കി അമ്മവേഷങ്ങളൊക്കെ കണ്ടിട്ട് എന്നെ അത് കണ്ടിട്ട് പല ആൾക്കാരും വിളിച്ച്, ശരിക്കും ഞങ്ങൾക്കറിയാവുന്ന തുഷാര ചേച്ചി ഇങ്ങനെയല്ല, അങ്ങനെ പറയുന്ന ഒരിത്. അപ്പൊ നമുക്ക് അതും ചെയ്യാൻ പറ്റും എന്നതിന് തെളിവാണ്. ഇപ്പം ചന്തു പറയുന്ന ആ സെയിം സാധനം തന്നെയാണ്. നമുക്കതും ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിപ്പോൾ അമ്മവേഷങ്ങൾ മാത്രം കിട്ടുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അത് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയല്ല. നമുക്ക് ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ കിട്ടുമ്പോഴാണ് ആക്ച്വലി അവര് അത് ചെയ്യാൻ പറ്റൂ ഇല്ലയോ എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അത് റെയർലി വരുന്ന. നമുക്ക് എനിക്ക് ദൂരെ സ്ക്രിപ്റ്റുകൾ ഒരേ ഷെയ്ഡുകളുള്ള പോലീസ്, ടഫ്, റഫ്, പൗരുഷത്തിന്റെ അതല്ലേ, അതല്ലാതെ ഫിനിക്സൊക്കെ മൂവി കണ്ടിട്ട് ഞാനിങ്ങനെ, അപ്പൊ അടുത്ത ദിവസം ചന്തുചേട്ടൻ വരണമെന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുക. പക്ഷെ ചേട്ടൻ സംസാരിച്ച നല്ല ഭയങ്കര ഫൺ. ഇതില് ഒരുപാട് എന്നെ ജഡ്ജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബേസിക്കലി സ്പീക്ക് ദ ട്രൂത്ത്. ബേസിക്കലി അതെന്നെ ജഡ്ജ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരിടത്ത്. നമ്മള് ഇങ്ങനെയാണെന്നുള്ളൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ നമ്മളൊരു കാറിൽ നിന്ന് ഒരാൾ വരുന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ മോർണിംഗ് ടീമിൽ ഞാൻ എൻ്റെ കാറ് വന്നിരിക്കുന്നു. എൻ്റെ കാറിൽ ഞാൻ ഇറങ്ങുമ്പോൾ തൊട്ട് പിന്നെ അന്നയുടെ തലയിൽ എൻ്റെ സിനിമകൾ വരും. അത് നടന്നു വരുമ്പോഴത്തേക്കും എൻ്റെ നടത്തം എന്ന് പറയുന്നത്, ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയ മനുഷ്യനെ പോലെ നടന്നു വരുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് അതുണ്ടെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് ഒരു പ്രീ ഓക്കുപ്പൈഡ് സാധനം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയോടെ ഹലോ കണ്ടോ, എന്നെ കണ്ടോ നിങ്ങളെല്ലാവരും, ഞാൻ ജോലിയിലാണ് അങ്ങനെ ചെയ്തില്ലല്ലോ. പക്ഷെ ആ നടന്ന് ഞാൻ വന്ന് എന്റെ കണ്ണാടി ഒരു വെക്കും നടന്ന് വരെ 1000 ജഡ്ജ്മെന്റ് അവിടെ ഉണ്ടായി കഴിഞ്ഞിരിക്കും. അതിനുവേണ്ടി എനിക്ക് മാറാൻ പറ്റില്ല. എന്നാൽ അത് കഴിഞ്ഞ് എന്റെ കൂടെ വണ്ടിയിലൊക്കെ തിരുന്നു, എന്റെ റൂമിന്റെ തിരുന്നു, 2 വരി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടന്ന് തീർത്തു വരെയുള്ള എല്ലാ ജഡ്ജ്മെന്റും അവിടെ തീരും. സോ അതിന് ആളുകൾ മെനക്കെടാറില്ല അങ്ങനെ. അപ്പോൾ എനിക്ക് നെഗറ്റീവായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആളുകൾ വെറുതെ കഥകൾ പറയും, ഡീൽ ചെയ്യാൻ വലിയ പാടാണല്ലേ. ഒരു കൺട്രോളർ ഒരു എന്റെ കൂടെ അഭിനയിച്ച ഒരു വളരെ പ്രസിദ്ധനായ നടനെ വിളിച്ചു ചോദിക്കണം. അപ്പൊ ചേട്ടൻ അങ്ങോട്ട് ചോദിച്ചു, ചന്തുവിനോട് വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചായി? അത് വർക്ക് ചെയ്തിട്ടുള്ളവരത് മാത്രം ഞാൻ സംസാരിച്ചാൽ മനസ്സിലാവും ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് ചില സാധനങ്ങളില്ലേ, ചില സാധനങ്ങൾ നമുക്കൊരു പരിധി വിട്ടപ്പോഴത്തേക്ക് അങ്ങനെ ഒന്നും ഇത് ചെയ്യാൻ പറ്റുമോ? ജോബിയിലാണെന്ന് കാണിക്കാൻ വേണ്ടി കോപ്രായങ്ങൾ കാണിക്കാൻ
പറ്റില്ല. നമുക്ക് അച്ഛൻ്റെ ഒന്നോ അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക്കലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വാക്കിംഗ് സ്റ്റൈല് കാണും, സംസാരത്തിന്റെ ശബ്ദത്തിന്റെ ഗാംഭീര്യം ഉണ്ടാവും, ടോൺ, ഇന്റനേഷൻ. ശബ്ദത്തിന് ഭയങ്കര ഗാംഭീര്യം. അതെ, അതല്ലേ പറയുന്നത്. അത് വെച്ചുകൊണ്ട് നമ്മൾ ഒരാളുടെ ക്യാരക്ടറിനെ, മനസ്സിനെ judge ചെയ്യാം. അല്ല, അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അമ്പിളിച്ചേട്ടൻ്റെ കാര്യം. എല്ലാവരും പുള്ളി ഭയങ്കര ഒരു ജഗതിയെ ജഗതിച്ചേട്ടൻ്റെ എല്ലാവരും ഹാസ്യ റോളുകളല്ലേ. അപ്പം ഒരിക്കലും പുള്ളി തന്നെ പറഞ്ഞതാ, പുള്ളി US വന്നായിരുന്നു ആക്ച്വലി ഷോയ്ക്ക് വന്നപ്പം. പുള്ളി എല്ലാവരും പുള്ളിയുടെ സിനിമകൾ കണ്ടിരിക്കുന്ന മുഴുവൻ ഒരു ഹാസ്യ താരമാണ്. വാ തുറന്നു പോയാൽ നമ്മളെ ചിരിച്ച് വീഴിക്കുമെന്നുള്ളതാണല്ലോ. പുള്ളി അവിടെ രാവിലെ വന്ന് ഞങ്ങൾ ആ ഷോ ഞാനാണ് ചെയ്തത്. അപ്പോഴത്തേക്കും പുള്ളി വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കി പുള്ളി ചെയ്തത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന കാണാൻ കുറേ ആൾക്കാരൊക്കെ വരുമല്ലോ ഫോട്ടോ എടുക്കാനും, നമ്മുടെ ഫ്രണ്ട്സും അവരൊക്കെ ഇപ്പം ജഗതി തമാശ പറയും, ഇപ്പം ജഗതി തമാശ പറയും, ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം ഇവരെല്ലാം ആ മൂഡിലാണ് ഇരിക്കുന്നത്. നമ്മൾ അന്നേരം ഷോ റൺ ചെയ്യാനുള്ള പരിപാടി, അവരുടെ ഡെയിലി കാര്യങ്ങളൊക്കെ നമ്മൾ ഇവർ പുള്ളി ഭയങ്കര സീരിയസ് വേണമെന്നില്ലേ, തമാശയിലൂടെ ആൾക്കാർ അങ്ങനെ ഒരു പ്രീ ജഡ്ജ്മെന്റിലാണല്ലോ ഓരോ സൈഡിലും ഉണ്ടാവും. യെസ്. ഈ ജിമോൻ ചേട്ടനിലേക്ക് വരികയാണെങ്കിൽ, ചേട്ടൻ ഈ ഒരു ക്രൂവിനെ തന്നെ വെച്ച് അടുത്ത ഒരു മൂവി കമ്മിറ്റ് ചെയ്യുമോ? ഇത് സക്സസ്ഫുൾ ആവണം ആദ്യം. അതാണ് ഫസ്റ്റ് പോയിന്റ്. എന്നാലും നമുക്ക് ആ ഒരു ടീമിന്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട് ലെവല് വെച്ചിട്ട് പറയുവാണെങ്കിൽ സക്സസ് മാറ്റിയത് അല്ല, നമ്മൾ അങ്ങനെ എനിക്ക് പ്രീജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആർട്ടിസ്റ്റുകളാണേലും ഒരു പ്രൊഡ്യൂസറാണേലും നമ്മളിലേക്ക് ഇപ്പം ഞാൻ ഓണസ്റ്റ് പറഞ്ഞൊരു 4 സ്റ്റോറി ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് കേട്ടു. അപ്പം ഇവർ സ്റ്റുഡിയോയിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വലിയ ജോലി എനിക്കില്ല. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഒരു 4 കഥ കേട്ടു. അപ്പോൾ അതിൽ 4 കഥയിൽ ഒരു കഥ എനിക്കൊരല്പം സ്ട്രൈക്ക് ഉണ്ട്. അപ്പോൾ അത് പോളിഷ് ചെയ്യാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്ന് പോയിട്ട് എന്ന് വെച്ചാൽ ആ 3 കഥയും എനിക്ക് താല്പര്യമില്ല എന്നുള്ളൊരു ഞാൻ റിപ്ലൈ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇൻഡയറക്റ്റ്ലി. അപ്പം നമ്മളിലേക്ക് ഏതാണ് വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഒരു സ്ക്രിപ്റ്റ് വന്ന് എന്തുമാത്രം പ്രോസസ്സ് ചെയ്താണ് അതൊരു മൂവി ഷേപ്പിലേക്ക് വരുന്നത്. അപ്പം അവരുടെയും നമ്മുടെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷനിലാണല്ലോ കാസ്റ്റിംഗ് വരാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, സാറിന് അടുത്ത് വരുന്ന പോകുന്ന ഒരു പടത്തിന് കഥ സാറ് കേൾക്കുമ്പോൾ അത് കുട്ടികളുടെ കഥയാണ്, കുട്ടികളുടെ സ്കൂൾ പിള്ളേരുടെ കഥ ടോട്ടലി. പക്ഷെ അത് സാധ്യമായ സ്ക്രിപ്റ്റ് ആണെന്ന് ഇരിക്കട്ടെ, ജീവൻ സാറിന് വിടാൻ പറ്റില്ല, എന്നെ വെക്കാൻ പറ്റും. ഇല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ജസ്റ്റ് ആലോചനയിൽ വരുമോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമ്മളൊക്കെ ഒരു ഉള്ളിലുള്ള ആ ക്യാരക്ടറിന് പറ്റുന്നതാണെങ്കിൽ നാച്ചുറലി അത് വരുമല്ലോ. ബട്ട് സെയിം ടൈം ഇതും അതിന്റെ ഫാക്ട് ആണെന്ന് ഞാൻ പറയുകയായിരുന്നു. ഇങ്ങനെ സംഭവിക്കാം. അതുകൊണ്ട് നമുക്കൊരു ഗ്യാരണ്ടി, ഇപ്പം ഞാൻ ഉദ്ദേശിച്ച ഒരു സ്റ്റോറി എനിക്ക് തന്നെ കിട്ടണമെന്നുമില്ല. ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ വേറൊരു പ്രൊഡ്യൂസറൊക്കെ ആയിരിക്കും പിന്നെ അത് പോകും, നമുക്കറിയില്ലല്ലോ. ഓരോ സിനിമയ്ക്കും ഓരോ ജാതകം ഉണ്ടെന്ന് പറയുന്നത് പോലെ പിന്നെ പിണക്കവും വരും. അടുത്ത പടത്തിൽ ഇത് സക്സസ്ഫുൾ, അടുത്ത പടത്തിൽ നമുക്ക് എല്ലാവർക്കും വേഷം തരണം എന്ന് വിചാരിച്ചു പിന്നെ ശുക്രൻ അല്ലേ. എല്ലാത്തിലും ഒരു സംഘത്തിന് മൊത്തം പ്രിൻസിപ്പലിനെ പോലെ കൊണ്ടുനടക്കാന്ന് പറയുന്നത് ജീവൻ സാർ വിട്ടുപോകും. എന്നെ കാസ്റ്റ് ചെയ്ത അപ്പൊ തുഷാർ ചേച്ചി ഓഹോ അത് ശരി, വെറുതെ ഒരു ക്രാക്ക് വരും. അതിനേക്കാൾ ഇങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടില്ല, എന്നാൽ ഈ മൂവിയുടെ ഒരു ഭാഗമായ നമ്മുടെ ഷൈൻ ടോം ചാക്കോനെ ചേട്ടനെ പറ്റിയിട്ട് എന്താണ് ഒരു 1 വേർഡിൽ എല്ലാരും പറയണം, ഒരാളാണ് ഇങ്ങനെ കാണിക്കുമ്പോ എനിക്ക് തോന്നുന്നു പാർട്ട്ണറാണോ? അല്ലല്ല ഒരു ഭാഗം നിങ്ങൾ പറയുന്നില്ലല്ലോ അത്. ചോദിച്ചേ അപ്പം മേജർ ഭാഗം എനിക്ക് അങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിട്ടില്ല. ഒരു സീൻ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ സംസാരിച്ചിട്ടില്ല ചേട്ടനായിട്ട്. പിന്നെ ഈ അടുത്ത ഇന്റർവ്യൂവിന് വന്നപ്പോഴാണ് ഞാൻ സംസാരിച്ചത്. പാവ പുള്ളി ഭയങ്കര ഇച്ചിരി എക്സ്ട്രോവേർട്ട് ആണ്, ബട്ട് സ്റ്റിൽ പുള്ളി പാവമായിട്ട് എനിക്ക് തോന്നുന്നു. സിനിമയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എന്റെ 3 സുഹൃത്തുക്കളുടെ കഥയാണ്. അതിനകത്ത് ഞാൻ, ഷൈൻ, ബിബി ചെയ്യുന്നപ്പോൾ അപ്പൊ അതിനകത്ത് ഈ 3 പേരുടെ ജീവിതത്തിലെ ഒരു ഫ്രണ്ട്ഷിപ്പ് പ്ലോട്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു ഇതിനകത്ത് തുടക്കം തൊട്ട് അവസാനം വരെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അത് വൃത്തിയായിട്ട് തന്നെ പുള്ളി അത് എക്സിക്യൂട്ട് എല്ലാ ക്യാരക്ടേഴ്സും വൃത്തിയായിട്ട്. ഓക്കെ, അപ്പം 1 വേർഡിൽ പാവം എന്ന് ഇവിടെ പറഞ്ഞു. എന്താ ചോദ്യം? ഷൈൻ ടോം ചാക്കോ ചേട്ടൻ ജസ്റ്റ് 1 വേർഡ് മതി ഞങ്ങൾക്ക്. പാവം. സെക്കൻഡ് ഹ്യൂമൻ. അതിപ്പോ ഞാനും ഹ്യൂമൻ അല്ലേ, എന്നെ ഹ്യൂമൻ അല്ലാന്ന് പറയാം. അല്ല, ഹ്യൂമൻ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ഹ്യൂമെയിൻ. അപ്പൊ ഞാനോ? എനിക്കറിയുന്നേ. നീ ഏതാണ്? ഹ്യൂമെയിൻ. ഓക്കെ,
ഞാൻ ഇതിനു മുമ്പ് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. സത്യം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരാളെ ശരിക്കും ഞാൻ പറയുക. അപ്പൊ ഇതിനു മുമ്പിലത്തെ വർക്കുകളിലൊക്കെ ആണെങ്കിലും പുള്ളി ഈ പറയുന്ന ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ ഉണ്ട്. നമ്മളോട് ഇരുന്ന് തമാശ പറയും, ഫോണ് കൊണ്ടുള്ള ഇതെല്ലാം ഉണ്ടെങ്കിലും പക്ഷേ ക്യാമറ അവിടെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വേറെ ആളാ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതേപോലെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഭയങ്കര നല്ലൊരു ഇപ്പം പറഞ്ഞ പോലെ ഹ്യൂമൻ. അതാണ്. വാട്ട് അബൌട്ട് പ്രൊഡ്യൂസർ? ആക്ച്വലി ഷൈനെ മൂവിയിൽ റെക്കമെൻഡ് ചെയ്തത് ഞാൻ തന്നെയാണ്. അത് പുള്ളി എൻ്റർ ചെയ്യാൻ കാരണം ഞാനാണ്. കാരണം ഷൈൻ്റെ ഫാദറുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഞാൻ പുള്ളിയുമായിട്ട് സംസാരിച്ച് അങ്ങനെയാണ് നമുക്ക് ആ ഡേറ്റ് കിട്ടിയത്. അതിലുപരി ഞാൻ പുള്ളിയെ കണ്ട പുള്ളി ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വന്ന ഒരാളാണ് ഇൻഡസ്ട്രിയിൽ. അപ്പം ഞാൻ പുള്ളിയെ പറ്റി ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ട്. പുള്ളി വർക്ക് ചെയ്തൊരു മൂവിയിൽ അവിടുത്തെ ഡയറക്ടറുടെ വർക്കിൽ ഒരു അപര്യാപ്തത വന്നപ്പോൾ പ്രൊഡ്യൂസറുമായിട്ട് പുള്ളി സംസാരിച്ച് ആ ആളിനെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു ഇന്ന് എടുത്തിരിക്കുന്ന സീൻസ് ഒന്നും ഇവിടെ ശരിയല്ല എന്ന് പറഞ്ഞാൽ പുള്ളി അത് ആ ഒരു രീതിയിൽ പുള്ളി പറഞ്ഞ് പ്രൊഡ്യൂസറുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ നാളെ മുതൽ വേറൊരു ട്രാക്കിൽ ഇത് കൊണ്ടുപോയില്ലെങ്കിൽ. ഞാൻ പറയാൻ വന്ന പോയിട്ട് ഞാൻ അങ്ങനെ കേട്ടു. അത് മാത്രമല്ല നമ്മുടെ ലൊക്കേഷനിൽ പോലും പുള്ളി ഉള്ള ദിവസവും ഇവിടെ നിന്നിട്ടുണ്ട്, ഇല്ലാത്ത ദിവസവും നിന്നിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളത് പുള്ളി ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളി ചെയ്തേച്ചൊന്ന് ഓടി വന്ന് മോണിറ്ററിലിരിക്കും കറക്റ്റാണോ. കാരണം പുള്ളി അത്രയും നമ്മളെ ഉദ്ദേശിക്കുന്ന ഒരാളല്ല പുള്ളിയുടെ. ഞാൻ കണ്ട ഷൈൻ ടോം ചാക്കോ എനിക്ക് കിട്ടിയ പുള്ളിയുടെ നിന്ന് കിട്ടിയ ആ ഒരു ഇത് കാരണം പുറത്ത് പല രീതിയിലുള്ള ഇതൊക്കെ സംസാരങ്ങളും മീഡിയകളിൽ പുള്ളി എനിക്ക് തോന്നുന്ന ഒരു ജോളി ഫണ്ണി സ്റ്റൈലിലാണ് പുള്ളിയുടെ ലൈഫ് ടോട്ടലി പോകുന്നത്. അല്ലാതെ സിനിമ ലൊക്കേഷനിലോ അത് പുള്ളിയുടെ ലൈഫിൽ അങ്ങനെയാണ്, വീട്ടിലൊക്കെ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. പുള്ളി അങ്ങനെയാണ് പുള്ളിയുടെ ഒരു ക്യാരക്ടർ. അല്ലാതെ അതിനകത്തൊരു മിസ്റ്റേക്കായിട്ടൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും, നമുക്കറിയില്ല. നമുക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ്. അല്ല അവിടെയും പറയുന്ന നമ്മൾ കണ്ടിട്ടോ നമുക്കാനെ ഇതൊക്കെ എങ്ങനെ വരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല പുള്ളി ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ചെറിയൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് പോലും പുള്ളിയുടെ കണ്ണിൽ പെട്ടെന്ന് പെടും. അത് അപ്പം തന്നെ അത് പറയുകയും ചെയ്യുന്നു. അതാ ശരിക്കും അവിടെ പലരും വിട്ടുപോകുന്ന ഒരു ചെറിയ കാര്യം നമ്മൾ പോലും ശ്രദ്ധിക്കത്തില്ല. പുള്ളിയുടെ കണ്ണിൽ പെടും. അത് അപ്പോഴേ അത് പറയും, ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇതിന്റെ അർത്ഥം മനസ്സിലായി. പറയാൻ പറ്റില്ല. സത്യം എന്ത് പെട്ടെന്ന ചോദ്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് റീച്ചിന് വേണ്ടി റീൽസ് എടുക്കുന്നത്. അപ്പം അത് ലീഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ ശുക്രനെ പറ്റിയല്ല അതൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ഗേൾസ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആര്യ ചേച്ചി പറഞ്ഞോ? അല്ല ആര്യ ചേച്ചിയാണോ? അല്ല ആര്യ പറഞ്ഞു. അവള് 2001 ഞാൻ 2002 അയ്യോ ശരിയാണല്ലോ. എന്താ പറയണ്ടേ? റീച്ചിന് വേണ്ടി ചെയ്യുന്നത് ശരിയാണ്. റീച്ചിന് വേണ്ടിയിട്ട് അങ്ങനെ കോണ്ടന്റ് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് ഒരാളുടെ പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് അങ്ങനെ കളിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിഫോർ അത് പോസ്റ്റ് ചെയ്യണതിന് മുന്നേ അത്ര ഉറപ്പ് വരുത്തിയിട്ടുണ്ടാവണം ആ പുള്ളി അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ അത് ശരിയല്ല. ഓക്കെ, വാട്ട് എവർ ബീറ്റ്. ഇനി നമുക്കൊരു ഫൺ ടാസ്കിലേക്ക് പോവാം. ഓക്കെ, ഞാനൊരു വേർഡ് അല്ല ഒരു ഫ്രേസ് പറയും, ഒരാളുടെ അടുത്തേ പറയുള്ളൂ. ആ ആള് ആക്ട് ചെയ്ത് മറ്റേ ആൾക്കാരെ കൊണ്ട് പറയും. ഭയങ്കര ചെറുതായിട്ട് 1 മിനിറ്റ് അഭിനയിക്കേണ്ട ആവശ്യം. ആണോ? ഡാൻസ് ആണോ ചെയ്യുന്നേ? എന്നാ നമുക്ക് ഡാൻസ് ചെയ്യാലോ. അപ്പൊ ആര്യ ചേച്ചി തളർന്നിട്ടില്ല, അല്ല ഡാൻസ് ചെയ്യാൻ പറ്റൂലേ? ചെറുതായിട്ട് തുഷാര പാടും. അത് വളരെ ബുദ്ധിപരമായിട്ട് അത് ആര്യയിലേക്ക് ടാസ്ക് മാറ്റി. എന്നാ ചേച്ചി നമുക്ക് തുഷാര ചേച്ചിയുടെ ഒരു പാട്ട്. ഞങ്ങളുടെ ബിഫോർ ബ്ലേസർക്ക് വേണ്ടിട്ട് ഒരു പാട്ട്. അതല്ല
മോള് പറഞ്ഞ ടാസ്ക് മാറ്റാനാണ് Exactly. ഇവളുടെ ഡാൻസ് ശ്രമിച്ചു, അത് നടക്കുന്നില്ല. അത് നേരെ എന്റെ നേരെ അല്ല. ഞാനിപ്പോ കൊറേ നാട്ടുകാർ കേട്ടിട്ട് ഇനിയും എന്താവും. അത് നല്ലതല്ലേ മൾട്ടി ടാസ്ക്. അതെ, നമുക്ക് എല്ലാ കഴിവുകളും അറിയട്ടെ നമ്മൾ ആര്യ മുദ്ര ഇടും. അതൊരു നല്ല ഐഡിയ ആയിരിക്കും അല്ലേ? അല്ല ഞാൻ Come on. പൂരം നാളല്ലോ പേരെന്താകേണം ഓമൽ കാതിൽ ചൊല്ലാൻ നാഗം കാക്കും കാവിൽ നാളെ പൂവും നീരും ഉണ്ണിക്കൈകാൽ വളര് തിങ്കൾ പൂ പോൽ വളര് ആലില മഞ്ചലിൽ നീയാടുമ്പോൾ ആടുന്നു കണ്ണായിരം ചാഞ്ചക്കൻ താമര പൂമിഴിയിൽ ചാഞ്ചാടും സ്വപ്നമേതോ. താങ്ക് യു. സംസാരിച്ച് വോയിസ് ഒന്നുമില്ല ചേച്ചി, നന്നായിട്ട് പക്ഷെ അടിപൊളിയായിരുന്നു. വെള്ളി വീണില്ലല്ലോ. ഞാനൊക്കെ പാടിക്കഴിഞ്ഞാൽ വെള്ളിയൊന്നും വീഴത്തില്ല, നല്ലതായിട്ട് പാടും. പാടും. ഞാൻ അതുകൊണ്ടല്ലോ ധൈര്യമായിട്ട് പറഞ്ഞേ, നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക അതെ, ഈ ചാനലിന് വേണ്ടി. കുറച്ചൊക്കെ എഫക്റ്റ് ഒക്കെ കേറ്റി വിട്ടിട്ട് അത് ഞാനല്ല, അത് ഇവിടെ ടെക്നിക്കൽ സ്റ്റൈൽ. ആരായാലും കേട്ടിട്ടുള്ളത്. ഇപ്പം നമുക്ക് എല്ലാവരും ആദ്യമായിട്ട് ഒരു ദിവസം സെറ്റിൽ പോയൊരു ദിവസം ഉണ്ടാവും. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഡേ അറ്റ് സെറ്റ് ചന്തുവേട്ടൻ ഇൻ ലൈഫ് ഇൻ ലൈഫിൽ ഞാൻ എൻ്റെ അധികം ആരും പരാമർശിച്ച് കാണാത്ത, കാരണം അത് അങ്ങനെ പോപ്പുലാരിറ്റി വന്നൊരു സിനിമ ആയിരുന്നില്ല എൻ്റെ ആദ്യത്തെ സിനിമ. എല്ലാവരും വരണ്ടാവടി എന്ന് പറയുന്നത്. എൻ്റെ ഹിമാലയത്തിലെ കാശ്മീർ എന്ന് പറയുന്ന റീജിയണൽ കോമഡിയാണ് ഉണ്ടായിരുന്നത്. അത് എൻ്റെ കൂടെ എൻ്റെ കോളേജിൽ പഠിച്ച അഭിറാം സുരേഷ് ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഫേമസ് ഡയറക്ടറുണ്ട്. എല്ലാം അറിയാം, സ്റ്റേറ്റ് അവാർഡ് വിന്നറൊക്കെ ആയിട്ടുള്ള പത്മനാഭ സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. സുരേഷ് കുമാർ സാറിൻ്റെ മകനാണ് എൻ്റെ ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം അടുത്തൊരു വലിയ പടം ചെയ്യാൻ പോകുന്നുണ്ട് ഇത്രയും വർഷത്തിന് ശേഷം. അന്ന് അവൻ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തൊരു കൊച്ചു പരിപാടി. അപ്പം ആ സെറ്റിലോട്ടാണ് ഞാൻ ആദ്യം പോകുന്നത് സിനിമയിൽ. അപ്പം അങ്ങനെ സെറ്റിൽ പോകുമ്പോൾ നമ്മുടെ സുഹൃത്താണ്, അവനാണ് എനിക്ക് ആദ്യമായിട്ടൊരു ഞാൻ എപ്പോഴും പറയും, സിനിമ ഒരു വീടാണെങ്കിൽ പുള്ളിയാണ് ഗേറ്റ് തുറക്കുന്നത്. ആ എൻട്രി അങ്ങനെ, എടാ ഇതോട്ട് ഇറങ്ങും, ഈ വീട് കാണിച്ചു ചെയ്തത് 18 പടിയാണ് എന്ന് പറയുന്ന പോലെ അവിടെ ഒരു എൻട്രി ഇല്ല. എന്നെ സംബന്ധിച്ച് ആ ഫസ്റ്റ് ഡേ ഓഫ് സെറ്റ് എന്ന് പറയുന്നത് ഐ ഹാവ് കം ടു മലയാള സിനിമ, അത് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. ബിക്കോസ് ഐ ഹാവ് അങ്ങനെ ആഗ്രഹവും പാഷനൊക്കെ ഉള്ള ഒരാൾക്ക് ഗേറ്റ് ഇങ്ങനെ പതുക്കെ തുറന്നു തരുന്ന പോലെ എനിക്ക് തോന്നി ഫസ്റ്റ്. പക്ഷെ ആ ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ 28 ടേക്ക്. കാരണം എന്റെ പിന്നെ ഒരിക്കലും പോയിട്ട് നമ്മളെ ജോസ് എന്ന് പറഞ്ഞിട്ട്, വാഴ ജോസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര, ഞാൻ ബാംഗ്ലൂരത്ത് വെച്ച മെട്രോ ലുക്കിലൊക്കെ വരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വന്ന് നാട്ടിൽ വന്നിട്ട് ചെയ്യുന്നതാണ്. ഡെനിം പരിപാടിയിലൊക്കെ വന്നിട്ട് അത് ചെയ്യാതിരുന്നൊരു മനുഷ്യൻ മാറിയപ്പോൾ എനിക്ക് വേറെ ക്യാരക്ടർ വെച്ചിരുന്നത്. അതാണ് നമ്മൾ ചില പറയില്ല, ചില നിമിത്തങ്ങളാണ്. ആ ക്യാരക്ടർ ചെയ്ത് എനിക്ക് വലിയ അങ്ങനെ ഒന്നും ആവാൻ പറ്റില്ല, എനിക്കറിയാം ആ ജഡ്ജ്മെന്റ്. പക്ഷെ അത് വന്നിട്ട് ഈ ആ ക്യാരക്ടർ ചെയ്യാതിരുന്ന ആള് അന്ന് മാറിയ ആളിപ്പോൾ മലയാള സിനിമയിൽ തിരക്കുള്ള നടനും കൂടാ. അതെന്റെ പേര് പറഞ്ഞില്ല, നല്ല നടനും അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് വേറൊരു സിനിമ വന്ന് മാറി അത് ഞാൻ ചെയ്യാൻ തുടങ്ങി. വാഴ ജോസ് എന്ന് പറഞ്ഞിട്ട് വാഴ കൃഷിക്കാരനായിട്ടുള്ള, വളരെ സാധാരണക്കാരനായിട്ടുള്ള അപ്പുറത്തെ വീട്ടിലെ, ഈ നടക്കുന്ന ഇൻസിഡന്റ് നടക്കുന്ന അപ്പുറത്തെ വീട്ടിലെ, പിന്നെ അതിലൊക്കെ ഒരു ഇൻവോൾവ് ആവുന്ന ആളാണ്. ഒരു മതിലിൽ കൂടി ഇങ്ങനെ ചാടി ഇങ്ങനെ നിൽക്കുന്ന എൻട്രിയാണ്. ഒരു കൈലി മുണ്ടൊക്കെ കൊടുത്ത് എന്നെ ഇങ്ങനെ ഡള്ളൊക്കെ ചെയ്ത് എന്തിനു ചേച്ചി എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ മതിലിന്റെ മണ്ടയിൽ. അപ്പൊ നീ പേടിക്കത്തൊന്നുമില്ലായിരുന്നു ഞാൻ വരുമായിരുന്നെങ്കിൽ. ചന്ദ്രചേട്ടൻ വരുന്നത് വാഴ ജോസ്. സോ പോപ്പുലാരിറ്റി കിട്ടിയത് 18 പടി ആയതുകൊണ്ടാണ്. പിന്നെ അങ്ങോട്ട് എന്റെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. മറ്റേത് ഇങ്ങനെ എങ്ങിപ്പൊങ്ങും. യൂട്യൂബിൽ നോക്കിയാൽ മതി, ജോസ് വാഴ ജോസ് ഇങ്ങനെ തന്നെ തുടങ്ങുന്നത്. അത് കാണണം. അത് ബജറ്റ് ലിമിറ്റേഷൻ ഉണ്ടായിട്ട് സെക്കൻഡ് ഹാഫ് ഒക്കെ അവർ ഭയങ്കര പരിമിതപ്പെട്ട് ചെയ്യുന്നത്. ആ പടം ഇറങ്ങുമ്പോൾ ഷോ ഫുള്ളാണ് വീക്കെൻഡ്. അപ്പോൾ അവിടെ ഒരു ഇത് വന്നു, പണിമുടക്ക് വന്നു. പിന്നെ അത് പോയി. അതിന് പണിമുടക്ക് വന്നില്ലെങ്കിൽ പോലും അതിന് ഫെയർ ഫേറ്റ് ആയിരുന്നില്ല. കാരണം സെക്കൻഡ് ഹാഫിന് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അന്നാൾ. അതൊരു ഭയങ്കര ഔട്ട് ആൻഡ് ഔട്ട്. എനിക്ക് തോന്നുന്നു
അന്നത്തെ മേജർ താരങ്ങൾ അത് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അതിന് വേറെ രീതിയിൽ അതിനെ പോയനെ. പക്ഷെ നമുക്ക് എന്താണ് ഫ്യൂച്ചർ അങ്ങനെയാണ് വെച്ചിരുന്നത്. അവനിപ്പോൾ ഒരു വലിയ പടം ചെയ്യണമെന്നാണ് അതിന്റെ പ്ലാനിങ് പുള്ളി തോട്ടലിരിക്കുന്നു. അതൊക്കെ ഇത് വർഷം എടുത്തിട്ടായിരിക്കും ചെയ്യേണ്ടിരുന്നത്. അതായിരുന്നു എൻ്റെ വാഴ ജോസ് എന്നാണ് ജോയിലേക്ക് ഞാൻ എത്തിയത്. ഇപ്പൊ ഇത് ഇറങ്ങുമ്പോ ആ ഒരു പേര് വരാതിരുന്നാ മതി. ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നം. സന്തോഷത്തോടു കൂടി നമ്മളത് ഏറ്റെടുക്കും, നമ്മുടെ ഒരു ക്യാരക്ടർ അല്ലേ. കുറച്ചാളത് പറയും, പിന്നെ ശുക്ര ഇറങ്ങുമ്പോൾ അരുണിന്റെ പേര് പറയും. പേര് പറഞ്ഞോ? ഇത്രയും നാൾ പിന്നെ അരുണെന്ന് പറഞ്ഞ എല്ലാത്തിലും പറഞ്ഞല്ലോ. ആ എന്നാ പിന്നെ കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഇനി ചേച്ചിയിലേക്ക് വരുമ്പോ ഫസ്റ്റ് ഡേ ഓൺ സെറ്റ്. എൻ്റെ ബാഡ് ബോയ്സ് ആണ് ഫസ്റ്റ് മൂവി. സോ അതാണ് എൻ്റെ ഫസ്റ്റ്. അതില് ഡേ ഓൺ സെറ്റ്, ഫസ്റ്റ് ഡേ ഓൺ സെറ്റ് എങ്ങനെയായിരുന്നു എന്നല്ലേ? അയ്യോ, അതൊരു പാർക്കിലുള്ള സീനായിരുന്നു. നല്ല പേടിയുണ്ടായി. ശരിയായിരുന്നു. ഒമർ സാറായിരുന്നു ഡയറക്ടർ അതിൻ്റെ. സാറ് പിന്നെ ഭയങ്കര ചില്ല, നമ്മൾ കാണുന്ന പോലെ അല്ലേ എല്ലാം പറഞ്ഞത്. ആരും അവിടെ പോയിട്ട് അങ്ങനെ ചിരിക്കട്ടോ, ആരും ഇങ്ങനെ ഈ സൈഡായിരിക്കും, ഈ പ്രൊഫൈലാണ് ആരുടെ ഭംഗി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എനിക്കങ്ങനെ ഭയങ്കര ഡയലോഗുള്ള സീക്വൻസ് ആയിരുന്നല്ലോ. ഒരു റൊമാൻസ്, ചുമ്മാ ആൻസർ ചേട്ടനായിട്ടുള്ള റൊമാൻസ് ഉള്ള ഒരു സീനായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് അത്ര ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഓഫ് കോഴ്സ് ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇറ്റ് വാസ് ഫൈൻ. ഒരു പാർക്കിലായിരുന്നു ഞാൻ, മതിലിയാടി സിനിമയിൽ വന്നു. നീ പാർക്കിലായിരുന്നു, പനമ്പിള്ളിയിലെ പാർക്കിലായിരുന്നു. എൻ്റെ ഫസ്റ്റ് മൂവി റിലീസായിട്ടില്ല. പിന്നെ ചന്തുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അത് ക്രാന്തി എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിലാണ് ഞാൻ ആദ്യം വരുന്നത്. ആ സമയത്തൊന്നും സിനിമയെ പറ്റിയിട്ട് ഒന്നും അറിയാൻ വയ്യാതെ ഈ ആഗ്രഹം കൊണ്ട് വന്ന ഒരു സമയമാണ്. അതൊക്കെ ഒന്നും അറിയില്ല, സിനിമയെ പറ്റിയിട്ട് ഒരു കുന്തം അറിയില്ല. അതിനകത്ത് അഭിനയിച്ചത് ഭഗത് മാനുവൽ അല്ലേ? ആ പുള്ളി, അദ്ദേഹം എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കാൻ വരുന്ന, മ്യൂസിക് പഠിപ്പിക്കാൻ വരുന്ന ഒരു സാറായിട്ടായിരുന്നു. പക്ഷേ ആ പടം റിലീസായിട്ടില്ല. ഉറപ്പായിട്ടും നമുക്ക് ടെൻഷൻ ഉണ്ടാവും, ഇതെങ്ങനെയാണ്, എന്താണ്, ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യാൻ പോകണു, അങ്ങനെയൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പോലെ തന്നെ, ഇനി പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും അറിയാത്തത് കൊണ്ട് അതിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല, അതിന്റെ വഴിക്കങ്ങ് പോയി. അത്ര അതായിരുന്നു എൻ്റെ ഫസ്റ്റ്. ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ചന്ദ്രനാഥിൻ്റെ കൂടെയാണ് ആദ്യം അഭിനയിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ടൈം ഇൻ ദ ലൈഫ് ഒരു ക്യാമറയുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് അന്ധകാര എന്ന് പറയുന്ന സിനിമയിലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം വെച്ചാൽ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കണം ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുക. ഇതൊക്കെ ഇനി ഇതുവരെ പറയാതിരുന്ന ഒരു വലിയ രഹസ്യം അതിലൂടെ ഞാൻ അഴിച്ചു വിടുകയാണ്. ഞാൻ ശരിക്കും ജീവൻ സാറിനെ ആ സെറ്റിൽ കണ്ടതുപോലെയാണ് എനിക്ക്. നമ്മളൊന്നും കണ്ടിട്ടില്ല, നമ്മളൊന്നും കോമ്പിനേഷൻ ഇല്ല. നിങ്ങളുടെ ചെറുപ്പകാലം ഒരു പയ്യൻ ചെയ്തു. ആ പയ്യന് എന്തോ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പൊ ഈ പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ ഡോക്ടർ ഞാനാ. അപ്പം ഡോക്ടറായിട്ട് ആക്ട് ചെയ്ത ഒരു 2 സീന് അല്ലെങ്കിൽ വല്ലതും കാണുമായിരിക്കും, 3 സീൻ മാക്സിമം. എക്സാക്ട്ലി റിലേഷൻ ഉണ്ട്. അഴിച്ചു വിട്ടത്. എനിവേ ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര ആഗ്രഹത്തിലാണല്ലോ അഭിനയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പം ഉള്ളിലത് ഇങ്ങനെ ക്യാരി ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ലക്കിലി എനിക്ക് ഈ ഡയറക്ടർ സനലായിരുന്നു എൻ്റെ ഡയറക്ടർ. അപ്പോൾ സനലുമായിട്ട് ഒരു സ്ഥലത്ത് പരിചയപ്പെടാൻ പറ്റി. ആക്ച്വലി അത് വേറെ ഒരാൾക്ക് വെച്ചിരുന്ന സാധനമാണ്. അപ്പോൾ ആ പുള്ളിക്ക് തക്ക സമയത്ത് ഇവർക്ക് വരാൻ പറ്റിയില്ല, ഇവർ വേണ്ടിയ ടൈമിൽ പുള്ളിക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഇങ്ങനൊരു സാധനം ഉണ്ട്, വരുന്നു എന്ന് ചോദിച്ചു. എപ്പോൾ എവിടെ വരണം എന്ന് ചോദിച്ചു. അത് പറഞ്ഞ് പോരെ ഇന്നടത്താന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്നു. ആക്ച്വലി ലൊക്കേഷൻ ചെല്ലുമ്പം എനിക്ക് പേടിയില്ല, പക്ഷേ എൻ്റെ ഒരു മനസ്സ് മുഴുവൻ ചെന്നെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാകുമോ എന്നുള്ള എനിക്കൊരിതാണ്. ഇനി അവർക്കതൊരു ബുദ്ധിമുട്ടാകുമോ, നമുക്കറിയില്ലല്ലോ ലൊക്കേഷൻ കാര്യം. ഞാൻ ഫസ്റ്റ് ടൈമല്ലേ പോകുന്നത്, അതിന് മുമ്പ് പോയിട്ടുമില്ല. ലൊക്കേഷനിലൊക്കെ ചുമ്മാ ഇങ്ങനെ പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ നമ്മൾ അപ്പം അങ്ങനത്തെ ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. ഞാൻ ചെയ്താൽ ശരിയാകുമോ, അല്ല അവർക്ക് തൃപ്തിയാകുമോ. പിന്നെ ഇതിനൊക്കെ കുറേ ബേസിക് ഇതൊക്കെ ഉണ്ടല്ലോ, മീറ്ററുകളും കാര്യങ്ങളും, അതൊന്നും നമുക്കത്ര വലിയ പിടിയില്ലായിരുന്നു. പക്ഷേ പുള്ളിയെ ഹെൽപ്പ് ചെയ്തു, അങ്ങനെ ചെയ്തു. ഇനി സിനിമ വെളി വന്നു എൻ്റേത്. അങ്ങനെ ഒരു ഉപകാരമായിട്ട് കിട്ടി. വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിലും അങ്ങനെ വെളിയിൽ വന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ ഒരു ക്യാമറയുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. അതിനുശേഷം ഒരു 7 പടം ചെയ്തു, പക്ഷെ ചെറിയ ഒന്ന് ഗുമസ്തൻ ചെയ്തു, ഒരു പോലീസ് ഓഫീസർ ബിബിൻ ഉണ്ടായിരുന്നു. പിന്നെ ബിബിൻ്റെ കൂടെ തന്നെ ഞാൻ അപൂർവപുത്രൻ വേറൊരു സിനിമ ചെയ്തു. പിന്നെ പൊങ്കാല ചെയ്തു. പിന്നെ ആക്ച്വലി ഒരു പടം ചെയ്തത് ഇപ്പോൾ ഇറങ്ങി ഷൈൻ്റെ കൂടെ ചെയ്തത് ഒപ്പീസ് എന്ന് പറയാം പടത്തിൻ്റെ പേര്. ഇപ്പം അതിൻ്റെ പേര് മാറ്റി, പക്ഷേ പടം റിലീസായില്ല.
ഫൈനലി ഞങ്ങൾ ഒരു പടം ചെയ്തു. ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടിപ്പിടിച്ചു. അതായത് ചന്ദ്രനാഥന്റെ കൂടെയാണ് ഫസ്റ്റ് ടൈം ആ മൂവിയിലാണ് ഞാൻ ചെയ്തത്. ബിബിന്റെ കൂടെയാണ് പിന്നീടുള്ള 3 മൂവി ചെയ്തു. ഷൈന്റെ കൂടെ ചെയ്തു. ഇവരെ 3 പേരെയും കൂടെ വെച്ച് പടം ചെയ്തു. ഇതിലൊക്കെ എന്താ നമ്മൾ ഇനി ഈ പടം super hit ചെയ്യുക? കൂടാ. അതും ശുക്രൻ, അതും ജി സിനിമാസിന്റെ ബാനറിൽ ശുക്രൻ. ഇതിക്കുള്ളൊക്കെ നമ്മൾ എന്താ ചെയ്യുക? അതേപോലെ ഇനിയും ലൈഫ് ശുക്രനാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് യുവർ ടൈം. താങ്ക് യു Thank you. അതേപോലെ തന്നെ തിരിച്ചു